മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അസ്ഹാബിന്റെയും ഒക്കെ ജീവിതത്തിൽ ഈമാനിന്റെ ആ ഒരു മധുരം ഇറങ്ങിയതിന്റെ ഫലനം, അതുകൊണ്ടുണ്ടായ പ്രതിഫലനങ്ങൾ ഭയങ്കര വലുതാണ്. മാ ഉസിബതു ബിമുസീബത്തിൻ ഇല്ലാ കാന ലില്ലാഹി ഫീഹാ അലയ്യ ഫീഹാ അർബഉ നിഅം. ഏത് മുസീബത്ത് വന്നാലും അല്ലാഹു തആല എനിക്ക് ഓരോ മുസീബത്തിലും 4 നിഅമത്തുകൾ തന്നിട്ടുണ്ട് എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല. ഇത് നമ്മൾ ജീവിതത്തിലേക്ക് പഠിച്ചു വെക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോ. ഏത് മുസീബത്ത് വന്നാലും അതിൽ 4 അനുഗ്രഹങ്ങൾ അല്ലാഹു എനിക്ക് ചെയ്യുന്നുണ്ട്. ഏത് മുസീബത്തും, വലിയ മുസീബത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൾഫിലൊക്കെ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാ പറയാ, ഒന്ന് ജോലി നഷ്ടപ്പെടുക, പേഴ്സ് ആരെങ്കിലും പോക്കറ്റ് അടിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാതിരിക്കുക, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചു നടന്നില്ല, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിന് വേണ്ടി പൈസ ഇറക്കിയ ആളത് കൊണ്ട് മുങ്ങിപ്പോയി. ഇങ്ങനെ എന്തെല്ലാം ചെറുതും വലുതുമായത്, ശരീരത്തിന് അസുഖം വരുന്നത്, മക്കളിൽ അസുഖം വരുന്നത്, എത്രയോ സ്നേഹത്തിൽ കൊണ്ടു നടന്ന ഭാര്യ തന്നെ വഞ്ചിക്കുന്നത്, എന്നൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടാവും. ഒരാൾ വളരെ വിഷമിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു, ഭാര്യയുടെ കൂടെ ജീവിച്ചു, ഗൾഫിലൊക്കെ കൊണ്ടുവന്നു, ഒരുമിച്ച് ഉംറയൊക്കെ ചെയ്തു, ഒരു മോനുണ്ട്, വളരെ സന്തോഷത്തില് താൻ ജീവിച്ചപ്പോ തന്റെ കൂടെ തന്നെ ഗൾഫിലും കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ അന്തസ്സിൽ, അത് ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പോയി കല്യാണം കഴിച്ചത്, അവൾക്കൊരു ജീവിതം ഉണ്ടായി, ഒരു സൗകര്യമുള്ള ഒരുപാട് നിഅമത്ത് കൊല്ലായിട്ട് വാട്സ്ആപ്പ് പറയാത്ത വർത്തമാനങ്ങളില്ല. ഞാൻ എന്തു ചെയ്യും, ഞാൻ ഇവൾ അത്രക്കങ്ങ് ന്യൂസുകൾ ഒരുപാടുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ളത് വലിയ സംഭവമാണ്. കഥ പറയുമ്പോൾ നമ്മൾ സംഭവിക്കുന്നതെങ്കിൽ അതിന്റെ വിഷമമാണ്. ഇതൊക്കെ ആണുങ്ങളെല്ലാം പോലീസിന്റെ കയ്യിലുണ്ട്. അതാണ് അവർക്ക് ആക്സസിബിൾ അല്ലാത്തൊരു സംഗതി ലോകത്തില്ല. ഇതിലൂടെ ഒക്കെ അവരെന്ത് ചെയ്യും, മുമ്പിലും പിന്നിലും സൈഡിൽ നിന്നൊക്കെ ഞാൻ ആളുകളെ പ്രലോഭിപ്പിക്കുമെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മെ അവന്റെ കയ്യിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ഏത് മുസീബത്ത് വന്നാലും അതിൽ 4 നിഅമത്തുകളുണ്ട് എന്ന് പരിശുദ്ധ ദീനിന്റെ പ്രഗൽഭനായ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഏത് മുസീബത്ത് വന്നാലും 4 അനുഗ്രഹങ്ങൾ എന്റെ റബ്ബിനോട് ചെയ്തിട്ടുണ്ട്. അന്നഹാ ലം തകുൻ ഫീ ദീനി, ഒന്നുമല്ല ഞാൻ ഇസ്ലാം എന്ന് പുറത്തു പോയിട്ടില്ലല്ലോ. ഏത് മുസീബത്ത് വന്നാൽ ഞാൻ മുസ്ലിമാണല്ലോ, അൽഹംദുലില്ലാ, എന്റെ ഇസ്ലാം എനിക്ക് നഷ്ടപ്പെട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കും, അത് വലിയ നിഅമത്തല്ലേ. വഅന്നഹാ ലം തകുൻ അക്ബറ മിൻഹാ, ഏത് മുസീബത്ത് വന്നാലും അത് അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതിലേറെ ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ ഇവൾ ഇങ്ങനെയൊക്കെ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക, ഉറങ്ങിക്കിടക്കുന്ന ഈ സാധുവിനെ കഴുത്തിൽ കത്തിവെക്കാനുള്ള പഠിക്കോ? ഇങ്ങനത്തെ ക്രൂര സ്വഭാവമുള്ള ഒരു പെണ്ണാണെങ്കിൽ റഹ്മാനെ റബ്ബോൾ ഓളിന്റെ കുട്ടീനൊന്നും ജീവനോടെ ബാക്കി വെക്കാതെ പോയി, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, ബാക്കിയുണ്ടല്ലോ, ഇതിലേറൊന്നും ആയില്ലല്ലോ. ലം തകുൻ അക്ബറ മിൻഹാ, ഏത് മുസീബത്ത് വന്നാലും ഇത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതിൽ കൂടുതലായിട്ടില്ലല്ലോ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ഒരു പ്രയാസം ഇറങ്ങി വരുന്ന സമയത്ത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ടല്ലോ. അതൊരു നിഅമത്താണ്. ഇങ്ങനെ ഏതൊരു മുസീബത്തും ഇതെന്റെ റബ്ബ് എനിക്ക് വരുത്തി വെച്ചതാണ്, അതിലെന്തെങ്കിലും ഖൈറുണ്ടാകും. എന്നെ തർബിയത്ത് ചെയ്യുകയാണ് അള്ളാഹു, എന്നെ നന്നാക്കിയെടുക്കുകയാണ് അള്ളാഹു. അതുകൊണ്ട് ഈ മുസീബത്ത് വന്നാൽ അതിൽ അള്ളാഹുവിന്റെ ഖളാ ആണെന്ന് തൃപ്തിപ്പെടാനുള്ള മനസ്സ് അള്ളാഹു എനിക്ക് തന്നല്ലോ. വഇന്നി അർജു സവാബല്ലാഹ്, ഒരുപാട് കൂലി. അപ്പൊ അങ്ങനെ പറയും, റഹ്മാനായ റബ്ബേ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ പടച്ചോനെ, ഇത്ര കൂലി. അതെ, നാട്ടിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചില്ലേ, അതിന്റെ കൂലിയാ. നീ അന്ന് ക്ഷമിച്ചില്ലേ, നീ പറഞ്ഞില്ലേ സാരല്ല അള്ളാന്റെ തീരുമാനം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ പുറത്തു, അതിന് ഞാൻ തരുന്ന കൂലിയാണ്. അങ്ങനെ വന്നാൽ മനുഷ്യന്മാർ പറയുന്നത്ര യാ റബ്ബ്, അങ്ങനെയാണെങ്കിൽ എന്റെ ലോകം മുഴുവനും ജീവിച്ചിരിക്കുന്ന കാലം 60-70 വർഷക്കാലം മുഴുവനും നിനക്കങ്ങ് പരീക്ഷണം തന്നൂടായിരുന്നു പടച്ചോനെ. ഞാൻ ഈ ചെയ്യുന്നതിനേക്കാളും ഒക്കെ കൂലി ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് നീ തരുമെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതം മുഴുവൻ നീ പരീക്ഷണമാക്കിയില്ല എന്ന് മനുഷ്യൻ റബ്ബിനോട് പറയുമത്രേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ 4 അനുഗ്രഹങ്ങൾ ഏത് മുസീബത്തിലുമുണ്ടെന്ന് ഫാറൂഖ് റളിയല്ലാഹു തആല. ഒന്ന്, ആ മുസീബത്ത് എന്റെ ദീനിലായില്ലല്ലോ, എനിക്ക് എന്റെ റബ്ബിനെ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ആളാണ്. പിന്നെ എന്റെ മുസീബത്ത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതിലേറെല്ലല്ലോ. അപ്പൊ നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോയാൽ
സൈക്കോളജിസ്റ്റുകളായ ആളുകളൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നത് ഈ ആശയങ്ങളാണ്. ഇതൊക്കെ ഹദീസിൽ കിടക്കുന്ന സംഗതി. അവരൊരു മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ അവരുടെ ട്രിക്കുകൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന അവരുടെ അതിന്റെ മെത്തഡോളജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആശ്വസിപ്പിക്കാൻ. പക്ഷെ ശറഅ് കൃത്യമായി സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയാം, ആലോചിക്കണം, ഈ മുസീബത്ത് ഇത്രക്കല്ലേ ആയിട്ടുള്ളൂ, ഇത്രയല്ലേ ആയുള്ളൂ. എന്റെ സുഹൃത്ത് ഇന്നലെ നാട്ടിൽ നിന്ന് ബാത്റൂമിലങ്ങ് വീണു, അയാളെ വിരലങ്ങ് പൊട്ടിപ്പോയി. അപ്പൊ ആ വിഷയം ഞാൻ പറയുമ്പോൾ അദ്ദേഹം തന്നെ പറയണം, സാരല്ല, ഞാൻ വീണു ശരി തന്നെയാണ്, ഞാൻ അവിടെ ഇരുന്നിട്ട് ഒരു അൽഹംദുലില്ലാ 50 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഇതെന്റെ ഊര പൊട്ടിയിട്ടില്ലല്ലോ, വിരലല്ലേ പൊട്ടിയിട്ടുള്ളൂ. നമ്മൾ അങ്ങനെയാ ചിന്തിക്കേണ്ടത്. അതൊരു ഈമാനിന്റെ അടയാളമാണ്. എന്റെ കൈ പൊട്ടി, ഊര പൊട്ടി എന്ന് വിചാരിക്കുക, റഹ്മാൻ റബ്ബെ ഊരല്ലേ, എന്റെ തലക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ആലോചിക്കേണ്ടത്. താലിം പൊട്ടി എന്ന് വിചാരിക്കുക, റഹ്മാൻ റബ്ബെ റൂഹ് പോയിട്ടില്ലല്ലോ, ഒരു കെലിമെല്ലാം പറ്റുമല്ലോ. ഇപ്പോഴും ഏത് മുസീബത്തും അതിന്റെ മീതയായിട്ടില്ലല്ലോ, അങ്ങനെ ആലോചിക്കേണ്ടത്. പിന്നെ മുസീബത്ത് വരുമ്പോൾ അത് അള്ളാന്റെ ഖദാ ആണ് എന്ന് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുക, അതൊരു തൗഫീഖാണ്. ഇതെന്റെ റബ്ബ് പരീക്ഷിക്കുക. 4-ാമത്തേത്, ഈ പരീക്ഷണങ്ങൾക്ക് റബ്ബേ നീ എനിക്ക് കൂലി തരുമല്ലോ പടച്ചോനെ, ഇത് കൂലി തരുന്ന വിഷയമാണ്, നീ എനിക്ക് പ്രതിഫലം തരും, അതുകൊണ്ട് നിന്റെ കൂലിയെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മുസീബത്തിലും 4 നിഅമത്തുകൾ അല്ലാഹു എനിക്ക് തരുന്നുണ്ടെന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.